ഇത് വായിക്കാമെന്ന് വിചാരിക്കണം. വെൽക്കം ടു ജോയ്ഫുൾ സെലിബ്രേഷൻസ് ആൻഡ് മീനിങ്ഫുൾ മൊമെന്റ്സ്. We are honored to have you with us and look forward to making your experience warm, memorable and filled with happiness. അപ്പുറത്തേതോടെ വായിക്കാം. Celebrate life's special occasions with warmth, joy and delightful experience. Your happiness is our priority. അപ്പോൾ സ്നേഹമുള്ളവരെ, ഈ രണ്ട് സൈഡിൽ ഇരിക്കുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കാണാം. അപ്പോൾ ഒന്ന്, വെൽക്കം ടു ജോയ്ഫുൾ സെലിബ്രേഷൻസ് എന്നും, അപ്പുറത്തെ സെലിബ്രേറ്റ് ലൈഫ് സ്പെഷ്യൽ ഒക്കേഷൻസ് വിത്ത് വാംത്, ജോയ് ആൻഡ് ഡിലൈറ്റ്ഫുൾ എക്സ്പീരിയൻസ്. അതിൻ്റെ അടുത്ത സെൻറ്റൻസ് ആണ് ഏറ്റവും രസകരമായ കാര്യം. യുവർ ഹാപ്പിനെസ് ഈസ് അവർ പ്രയോറിറ്റി. യുവർ ഹാപ്പിനെസ് ഈസ് അവർ പ്രയോറിറ്റി. പ്രിയമുള്ളവരെ, ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെല്ലാവരും BSc നഴ്സിംഗ് അല്ലേ? മോന് സൈക്കോളജി ഫൈനൽ ഇയർ. മക്കളൊക്കെ ഒന്ന് കൈ, പഠിക്കുന്നവർ മാത്രം ഒന്ന് കൈ പോയി. കുഞ്ഞുങ്ങൾ മാത്രം. മോൻ എന്താ പഠിക്കുന്നത്? +2. സയൻസോ കൊമേഴ്സോ? സയൻസ്. ഇപ്പോൾ സെക്കൻഡ് ഇയർ ആണോ ഫസ്റ്റ് ഇയർ? സെക്കൻഡ് ഇയർ. +2 കഴിഞ്ഞു. ഇപ്പോൾ അടുത്ത് BSc MLT ലാബ് ടെക്നീഷ്യൻ. വേറെ കൈ ബുക്ക് എന്ന് കാണിച്ചത് മോനെ? MCom. സ്പെഷ്യലൈസേഷൻ ഇന്റർനാഷണൽ ടാക്സ് അല്ല, ഇന്റർനാഷണൽ ട്രേഡ്. ഓക്കെ, ബിസിനസ്സാ. അടുത്ത 10th. ഇപ്പം 10th പഠിക്കുന്നു. ഓക്കെ, ബാക്കി ഏതാ? എവിടെ? നാട്ടാമ്പോള്. ഏതാ? കമ്പ്യൂട്ടർ സയൻസ്. ഓക്കെ, 10th. ഓക്കെ, ഇപ്പം 10th പഠിക്കുന്നേ ഉള്ളൂ. ഫൈൻ. അടുത്ത MSc മൈക്രോബയോളജി. എവിടെ? SME പുതുപ്പള്ളിയാണോ അതോ ആർപ്പൂക്കര? ആർപ്പൂക്കര. എന്താ മോനെ? എവിടെയാ? ബിഷപ്പ് വന്നു. അപ്പോൾ ഏത് വർഷം? ഫൈനൽ ഇയർ. ഓക്കെ, വേറെ? 10th. മോനെ 10th. ഓക്കെ, മോള് 9th. അപ്പോൾ ഇവിടെ 9ാം ക്ലാസ് തൊട്ട് നമ്മുടെ എഞ്ചിനീയർ എന്ത് കൈവക്കെ PhD കാരി. അപ്പോൾ 9ാം ക്ലാസ്സാണ് ഇവിടെ ഏറ്റവും താഴത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പം MTech കഴിഞ്ഞ് PhDക്ക് ജോയിൻ ചെയ്യുന്ന കുട്ടി വരെ ഇവിടെയുണ്ട്. ഞാൻ 100% ഉറപ്പ് പറയും, നിങ്ങളാരും നശിച്ചു പോകത്തില്ല. കാരണം നശിച്ചു പോകത്തില്ല ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ കഷ്ടപ്പാടാണ് നമ്മൾ ഇന്ന് ഈ ഇരിക്കുന്ന തണുത്ത മുറി. അപ്പോൾ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരെ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആൾക്കാരുള്ളപ്പോൾ നമുക്ക് നശിച്ചു പോകത്തില്ല എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിനകത്ത് ആദ്യമേ വയ്ക്കുക. യാതൊരു കാരണവശാലും നിങ്ങൾ നശിച്ചു പോകത്തില്ല. അല്ലെങ്കിൽ ഒരിക്കലും ഇവർ നിങ്ങളെ തേടി വരികയില്ല, നിങ്ങളെ കണ്ടെത്തുകയില്ല. നിങ്ങളെ കണ്ടെത്തിയത് ദൈവത്തിൻ്റെ ദാസന്മാരാണ്. നിങ്ങളെ കണ്ടെത്തിയത് ദൈവത്തിൻ്റെ വേല ചെയ്യുന്നവരാണ് നിങ്ങളെ തിരഞ്ഞെടുത്തത്. നിങ്ങൾ എൻ്റെ കൂടെ പോരുക, നിങ്ങളെ മീൻ പിടിക്കുന്നവരിൽ നിന്ന് മാറ്റി എന്താക്കാമെന്നാ പറഞ്ഞ് മനുഷ്യരെ പിടിക്കുക. അതിനുവേണ്ടി നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ അപ്പൻ എപ്പോഴും എൻ്റെ അടുത്ത് പറയുന്നത്, എൻ്റെ അപ്പന് കല്യാണം ആലോചിച്ച സമയത്ത്, അപ്പന് കല്യാണ ആലോചനയുടെ സമയത്ത് ഏറ്റവും കൂടുതൽ കല്യാണം മുടങ്ങിപ്പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൻ മീൻകാരൻ്റെ മകനാണ് എന്നുള്ളതായിരുന്നു അപ്പൻ്റെ ലേബൽ. അപ്പോൾ അതുകൊണ്ട് അപ്പൻ്റെ ഒത്തിരി കല്യാണം മുടങ്ങിപ്പോയി കല്യാണം ആലോചിച്ച സമയത്ത്. അപ്പോൾ എനിക്ക് കല്യാണം ആലോചിച്ച സമയത്ത് വന്നപ്പോൾ കൂലിപ്പണിക്കാരൻ്റെ മകൻ എന്നുള്ള ലേബലിലാണ് ഞാൻ അറിയപ്പെട്ടത്. ഞാൻ എൻ്റെ മകനോട് പറയും, നിന്റെ ലേബൽ വരുന്നത് അധ്യാപകന്റെ മകൻ എന്നുള്ള ലേബലാണ് വരുന്നത്. മീൻകാരൻ്റെ എന്നല്ല, കൂലിപ്പണിക്കാരൻ്റെ എന്നല്ല, അത് രണ്ടും മാറി. മൂന്നാമത് വരുന്നത് അധ്യാപകന്റെ മകൻ എന്നുള്ള ലേബലിലേക്കാണ് വരുന്നത്. അപ്പോൾ എൻ്റെ വൈഫും അധ്യാപികയാണ്. അപ്പം ഞാൻ ഫിസിക്സ് അധ്യാപകനും അവള് കെമിസ്ട്രി അധ്യാപികയാണ്. അപ്പം എനിക്ക് 3 മക്കളാണ്. മൂത്ത മകൻ ഇപ്പം BSc ഫസ്റ്റ് ഇയർ ഫിസിക്സ്. രണ്ടാമത്തെ മകള് +2, ഇനിയിപ്പം +1 ഫസ്റ്റ് ഇയർ പഠിക്കുന്നു. മൂന്നാമത്തെ മോള് 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പം എനിക്ക് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോട് പറയാനുള്ള കാര്യം വെച്ചാൽ, നമുക്ക് 1 മീറ്റർ നടക്കാൻ ശേഷി ഉണ്ടെങ്കിൽ 2 മീറ്റർ നടക്കുക. 1ാമത്തെ മീറ്റർ നമ്മുടെ ശേഷിക്കനുസരിച്ചും 2ാമത്തെ മീറ്റർ ദൈവത്തിൻ്റെ കയ്യിലും ഏൽപ്പിക്കുക. ദൈവം നടത്തിക്കൊള്ളും.
പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളോട് എനിക്ക് പ്രത്യേകിച്ച് പറയാൻ ഒറ്റ കാര്യമുള്ളൂ. ദൈവം കൂടെയുണ്ട് എന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിനകത്ത് ഉറപ്പിക്കുക. 100% അത് ഉറപ്പിക്കുക. കാരണം അല്ലെങ്കിൽ ഒരിക്കലും നിങ്ങളെ തിരഞ്ഞെടുക്കുകയില്ലായിരുന്നു. നിങ്ങളെ തിരഞ്ഞെടുത്തതിൻ്റെ ഫലം എന്ന് പറയുന്നത് നാളെ മറ്റുള്ളവർക്ക് മാർഗത്തിൽ ദൈവം കാണിച്ചു കൊടുക്കേണ്ട വ്യക്തികളായി തീരുന്നതിന് വേണ്ടി മാത്രമാണ് നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. യേശുക്രിസ്തു ചെയ്ത ആദ്യത്തെ അത്ഭുതം ഏതാ? കാനാവിലെ കല്യാണത്തിലെ വെള്ളം വീഞ്ഞാക്കിയ അത്ഭുതം. അവസാനത്തെ അത്ഭുതമോ? ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോകുന്ന സമയത്ത് അതിന് തൊട്ട് മുമ്പ് ഇവർക്ക് കടൽക്കര വെച്ചിട്ട് മീനും അപ്പവും എല്ലാം കൂടെ ഉണ്ടാക്കി കൊടുത്ത 30 അത്ഭുതം കാണിച്ചു കൊടുത്തു. അങ്ങനെ എത്ര അത്ഭുതം ചെയ്തിട്ടുണ്ടെന്ന് പറയാമോ? ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്തതായിട്ട് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. അത് എത്ര എണ്ണം വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് അറിയാമോ? 37 എണ്ണമാണ്. 37. അതിന് അവസാനം 37ാമത്തെ സ്വർഗാരോഹണമാണ്. അത് ഒഴിച്ചാൽ 36 എണ്ണം. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളായിരുന്നു. എത്ര ശിഷ്യന്മാരുണ്ടായിരുന്നു? 12 ശിഷ്യന്മാർ. ഇതിൽ ഏറ്റവും പ്രായമുള്ള ആളാരാ? ഞാൻ ചോദ്യം ചോദിക്കാൻ വേണ്ടിയതാണ്. ഇതിനകത്ത് ഏറ്റവും പ്രായമുള്ള ആള് പത്രോസാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ ആള് വിശുദ്ധ യോഹന്നാനാണ്. യേശുക്രിസ്തു പത്രോസിനെ ശിഷ്യനായി സ്വീകരിക്കുന്ന സമയത്ത് പത്രോസിന്റെ പ്രായം എത്രയായിരുന്നു അറിയാമോ? യോഹന്നാന്റെ പ്രായം എത്രയായിരുന്നു അറിയാമോ? യോഹന്നാന്റെ പ്രായം 13 വയസ്സും പത്രോസിന്റെ പ്രായം ഏതാണ്ട് 26-27 വയസ്സ് വരും. അപ്പൊ ഞാനിത് കുറെ ചരിത്ര രേഖ ആസ്പദമാക്കിയും പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊന്നും നമുക്ക് അറിയത്തൊന്നുമില്ല. പക്ഷെ ഇതൊന്നും അറിയേണ്ട കാര്യമില്ല. നമ്മൾ ആകെ നോക്കുന്നത് അവരുടെ പ്രവൃത്തി മാത്രം. നിങ്ങൾ ഇന്ന് മീൻ പിടിക്കുന്നവരാണ്, നാളെ നിങ്ങൾ ആരായിത്തീരുന്ന മനുഷ്യരെ പിടിക്കുന്നവരാണ്. ഈ മാർഗദീപത്തിന്റെ പ്രവർത്തകരെ നിങ്ങളൊന്ന് ഓർക്കണം. ഇതിന്റെ ആദ്യ തൊട്ടുള്ള കാര്യങ്ങൾ പ്രിയമുള്ളവർ പറഞ്ഞു. ഇവർക്കെല്ലാം പൈസ ഇഷ്ടം പോലെ ഉണ്ടായിട്ട്, സമയം ഇഷ്ടം പോലെ ഉണ്ടായിട്ട് ഇവര് പൈസ ഇഷ്ടം പോലെ എടുത്ത് കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ കൊടുക്കുന്നതോ, ഇവർക്ക് ഇഷ്ടം പോലെ ഫ്രീ ടൈം ഉണ്ടായിട്ട് ഇവർ ബാക്കി കാര്യങ്ങൾ ക്രമീകരിച്ച് ചെയ്യുന്നതോ അല്ല. അവർ അവരുടെ സമയത്ത് നിന്നുകൊണ്ട്, വളരെ ചുരുങ്ങിയ സമയത്ത് നിന്നുകൊണ്ട് അവർ മനുഷ്യരെ പിടിക്കുന്ന പ്രവൃത്തി ചെയ്യുക. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നമ്മൾ ഈ ഒരു കാര്യം നമ്മുടെ മനസ്സിനകത്ത് വയ്ക്കണം. നാളെ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇത് തന്നെയാണ്. പാപം എന്നതുകൊണ്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എന്താണ് പാപം? നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ചെയ്യരുതാത്തൊരു കാര്യം ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പാപം എന്ന് പറയുന്നത്. ചെയ്യരുതാത്തൊരു കാര്യം ചെയ്യുന്നതിന് ഞാൻ പറയുന്ന അതിനേക്കാൾ മൂർച്ചയുള്ള പാപമാണ് ചെയ്യേണ്ട കാര്യം ചെയ്യാതിരിക്കുന്നത്. ചെയ്യേണ്ട കാര്യം ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ പാപം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പോൾ എന്നെ ഇവിടെ ഇന്ന് വരാമോന്ന് ചോദിച്ചു, ഞാൻ വന്നു, നിങ്ങളുടെ കുഞ്ഞുങ്ങളുമായിട്ട് സംസാരിക്കണം. ഞാൻ വന്നില്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ പാപം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് നിങ്ങളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ കിട്ടുന്നൊരു അവസരം, നിങ്ങളുമായി സംസാരിക്കാൻ കിട്ടുന്നൊരു അവസരം, അത് ഉപയോഗിച്ചില്ലെങ്കിൽ, നിങ്ങളുമായി സംസാരിച്ചില്ലെങ്കിൽ ഞാൻ എന്നോട് ചെയ്യുന്ന ഏറ്റവും വലിയ പാപമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ ക്ലാസ്സിൽ ഞാൻ കുട്ടികളോട് പറയാറുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, കുഞ്ഞുങ്ങളെ, ഈ ക്ലാസ്സിൽ ഇരിക്കുന്നത് നിങ്ങളാണോ ഞാനാണോ മാസ്റ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കുട്ടികളെല്ലാം പറയുന്നൊരു കാര്യം, സാറ് മാസ്റ്ററും ഞങ്ങൾ കുട്ടികളുമാണ്. ഞാൻ തിരിച്ചാണ്. ഞാൻ പറഞ്ഞ നിങ്ങളാണ് മാസ്റ്റർ, ഞാൻ നിങ്ങളുടെ സ്ലേവാണ്. എന്നിട്ട് ഞാൻ അവരോട് ചോദിക്കുന്ന ഒരു ഉദാഹരണമുണ്ട്. ഇപ്പോൾ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ വീട്ടിൽ ഒരാൾ വാഴ വയ്ക്കാൻ വന്ന ആ വാഴ ഇവിടെ അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ട് നമ്മൾ പറഞ്ഞു, എടാ നീ വാഴ ഇവിടെ വെക്കേ. അതുകൊണ്ട് ഞാൻ ഒരു കല്യാണത്തിന് പോയിട്ട് തിരിച്ചു വരാമെന്ന് പറഞ്ഞു. ഞാൻ കല്യാണത്തിന് പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് ഇവൻ നോക്കിയപ്പോൾ ഏറ്റവും വാഴ വെക്കാൻ നല്ല സ്ഥലം മുറ്റമാണെന്ന് കണ്ട്, നല്ല തെളിഞ്ഞ സ്ഥലമാണ്. ആ മുറ്റത്ത് വാഴ വെച്ചാൽ ഞാൻ അവനോട് ദേഷ്യപ്പെടുമെന്ന് ചോദിച്ചു. എന്നോട് സ്വാഭാവികമായും സാറ് ദേഷ്യപ്പെടുമെന്ന് പറഞ്ഞു. ഞാൻ ഇത് തന്നെയാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടുത്തെ അവസ്ഥ എന്താ ഞാൻ പറയുന്നത്, നിങ്ങൾ ക്ലാസ്സിൽ ഇരിക്കുന്നു, ഞാൻ ഇവിടെ നിങ്ങളെ സെർവ് ചെയ്യാൻ ഇവിടെ വരുന്നു. ഞാൻ സെർവ് ചെയ്യാൻ വരുമ്പോൾ ഞാൻ നിങ്ങളെ സെർവ് ചെയ്യുന്നതിന് കൂലി വാങ്ങുന്ന ആളാണ്. നിങ്ങൾ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന കുട്ടികൾ ചിലപ്പോൾ നല്ല ബുദ്ധിമാനായിരിക്കാം, ചിലപ്പം ബുദ്ധി ഇല്ലാത്തവരായിരിക്കാം. ഇതിനകത്ത് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ കടമ. അവൻ്റെ സാഹചര്യം എന്തുമാകട്ടെ, അവൻ്റെ ജാതി ഏതുമാകട്ടെ, അവൻ്റെ മതം ഏതുമാകട്ടെ, അവൻ്റെ രാഷ്ട്രീയ സാഹചര്യം ഏതുമാകട്ടെ, അവൻ്റെ ബുദ്ധിയുടെ ലെവൽ ഏതുമാകട്ടെ, അവന് ഇഷ്ടമുള്ള രീതിയിൽ പഠിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉത്തരവാദിത്വം.
ചില കുട്ടികളുണ്ട് പെട്ടെന്ന് ക്ലാസ്സിൽ മനസ്സിലാവുന്നത്, അതേ ക്ലാസ്സിൽ തന്നെ പഠിച്ചാൽ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാകാത്ത കുട്ടികളും ഉണ്ടാവാം. ആ കുട്ടികളെ പഠിപ്പിച്ച് രക്ഷപ്പെടുത്തുന്നതിനാണ് ഞാൻ ശമ്പളം വാങ്ങുന്നത്. ഞാനത് ചെയ്തില്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് പാപമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നാളെ നിങ്ങളുടെ ഭാവിയിൽ നിങ്ങൾക്ക് കിട്ടുന്ന അവസരത്തിൽ നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ളവരെ നമ്മളെ സഹായിക്കുന്നില്ലെങ്കിൽ, നമ്മളെ രക്ഷപ്പെടുത്തുന്നില്ലെങ്കിൽ, നമ്മൾ ചെയ്യുന്നത് ഏറ്റവും വലിയ പാപമായിരിക്കും, ഏറ്റവും വലിയ തലമുറകളോട് നമ്മൾ ചെയ്യുന്ന ദ്രോഹമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പറയാം, ഏറ്റവും വലിയ രാജ്യദ്രോഹികൾ, ഞാൻ ക്ലാസ്സിലെ കുട്ടികളോട് പറയാറുണ്ട്, നിങ്ങളാണെന്ന് പറയും. ഏറ്റവും വലിയ രാജ്യദ്രോഹികൾ രാഷ്ട്രീയക്കാരോ ഉദ്യോഗസ്ഥരോ അല്ല. കാരണം ഇത്രായിരം രൂപ ശമ്പളം തന്ന്, ഞാൻ പറയാം, 1 മണിക്കൂർ ഞാൻ ഈ ക്ലാസ് നിൽക്കുന്നതിന് ഇത്ര രൂപയാണ് ഞാൻ സർക്കാർ എനിക്ക് തരുന്ന ശമ്പളം. ഞാനിത് നിങ്ങൾ ക്ലാസ്സിൽ ഇരിക്കുന്നില്ലെങ്കിൽ എനിക്ക് ശമ്പളം സർക്കാർ തരേണ്ട കാര്യമില്ല. എനിക്ക് നിങ്ങൾ ഇത്രയും പൈസ തന്ന് ഞാൻ ഈ പൈസ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ രാജ്യദ്രോഹമാണ്. ഏറ്റവും വലിയ രാജ്യദ്രോഹികളാകുവാൻ നിങ്ങൾ ഇടയാവരുത്. കുട്ടികളോട് ഞാൻ ക്ലാസ്സിൽ പറയുന്ന കാര്യമാണ്. ഞാനിതൊക്കെ പറയുന്നതിന് കാര്യമാണ് വെച്ചാൽ, ചെറുപ്പം മുതൽ എൻ്റെ അപ്പൻ എന്നെ പഠിപ്പിച്ചൊരു കാര്യമാണ്. എൻ്റെ അപ്പൻ കൂലിപ്പണിക്കാരനായിരുന്നു. പക്ഷെ ചെറുപ്പം തൊട്ട് ഒരു കാര്യം എന്നോട് പറഞ്ഞു, എൻ്റെ മോനെ, നിന്നെ എനിക്ക് എൻ്റെ ദൈവം തന്നതാണ്, നിന്റെ കാര്യങ്ങളെല്ലാം ദൈവം നോക്കിക്കൊള്ളും. ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഇന്നും നിൽക്കുന്നത്. എനിക്ക് 50 വയസ്സുണ്ട്. ഈ 50 വയസ്സുകൊണ്ട് ഞാൻ പഠിച്ച ഒരേ ഒരു കാര്യം, നമുക്ക് ജീവിതത്തിൽ ആരെയും തോൽപ്പിക്കാൻ സാധ്യമല്ല. നിങ്ങൾക്ക് എന്നെയും തോൽപ്പിക്കാൻ പറ്റില്ല. കാരണം ഞാൻ നിങ്ങളോട് മത്സരത്തിനില്ല. നമുക്കാരെയും ജീവിതത്തിൽ എന്തിനും നമുക്ക് തോൽപ്പിക്കാൻ പറ്റും. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സമയത്ത് ഞങ്ങളുടെ പഞ്ചായത്തിലെ ടോപ്പറായിരുന്നു ഞാൻ. തിരുവനന്തപുരം പഞ്ചായത്തിലെ ഏറ്റവും ടോപ്പ് മാർക്കോട് കൂടി 10ാം ക്ലാസ് അന്ന് 1991 പാസ്സായാണ് ഞാൻ. അത് ഇന്നേക്ക് എൻ്റെ 35 വർഷം മുമ്പ്. ഞാൻ എന്നിട്ട് പ്രീ ഡിഗ്രി ചങ്ങനാശ്ശേരി SB കോളേജിൽ ചെന്നു. അന്ന് ഞാൻ പഞ്ചായത്ത് ഫസ്റ്റ് ആണല്ലോ, അപ്പോൾ സ്വാഭാവികമായും ഇച്ചിരി ഒരു ഗമയൊക്കെ ആകാമല്ലോ. എന്നിട്ട് ഞാൻ അപ്പുറത്ത് നിന്നൊക്കെ ബെഞ്ച് വെച്ചിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, 2ാമത്തെ ബെഞ്ച്, 2ാമതിരുന്ന് ഞാൻ അധികം സംസാരിച്ചൊന്നുമില്ല. കാരണം ഞാൻ പഞ്ചായത്ത് ഫസ്റ്റ് ആയിരുന്നല്ലോ. ഞാൻ ഇപ്പുറത്തിരുന്നവനോട് ചോദിച്ചു, പേരെന്താ? അവൻ പറഞ്ഞു ശ്രീരാജ്. ഞാൻ ചോദിച്ചു, എവിടെ വീട്? അവൻ പറഞ്ഞു ചിങ്ങമനം. അവൻ പറഞ്ഞു, ഞാൻ ചോദിച്ചു എത്ര മാർക്കുണ്ട്? അവൻ പറഞ്ഞ മാർക്ക് എന്നേക്കാൾ 20 മാർക്ക് കൂടുതലായിരുന്നു. ഞാൻ ഒന്ന് ഞെട്ടി. ഞാൻ ഇപ്പുറത്തിരുന്നവനോട് ചോദിച്ചു, പേരെന്തോ? അവൻ പറഞ്ഞു ഭദ്രൻ, സ്വദേശം തിരുവനന്തപുരം അരുവിക്കര. എത്ര മാർക്കുണ്ട്? അവൻ്റെ മാർക്ക് എന്നേക്കാൾ 36 മാർക്ക് കൂടുതലായിരുന്നു. ഞാൻ ചോദ്യം നിർത്തി. പിന്നീടാണ് ജീവിതത്തിൽ മനസ്സിലായത്, സ്റ്റേറ്റിലെ 3ാം റാങ്കുകാരൻ്റെ ക്ലാസ്സിൽ ഇരിപ്പുണ്ട്. അന്ന് എൻജിനീയറിംഗിന് അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ 600-ൽ താഴെ റാങ്ക് വേണം. എൻ്റെ ഒറ്റ ക്ലാസ്സിൽ നിന്ന് 50 പേരാണ് കേരളത്തിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ പോയത്. എൻ്റെ തൊട്ടപ്പുറത്തെ ക്ലാസ്സിൽ പഠിച്ച ശ്രീരാജ്, അവൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്ക് കേട്ട ഒരിക്കലും അവൻ പഠിക്കുന്ന കുട്ടിയാണെന്ന് പറഞ്ഞു. അവനായിരുന്നു ആ പ്രാവശ്യത്തെ മെഡിസിൻ റാങ്ക് 1 സ്റ്റേറ്റ് എൻട്രൻസിന്. ഞാൻ പറഞ്ഞു, അന്ന് നമുക്ക് മനസ്സിലായി, ബുദ്ധി കൊണ്ട് ആരെയും തോൽപ്പിക്കാൻ പറ്റില്ല. എൻ്റെ കൂടെ പഠിച്ച ഗ്ലോമിൻ തോമസ് എബ്രഹാം എന്ത് ചോദിച്ചാലും അവൻ ഇങ്ങനെ ചിരിച്ച് കളിച്ചിങ്ങനെ നിൽക്കും. പക്ഷെ ഏത് ഇക്വേഷൻ ചോദിച്ചു കഴിഞ്ഞാലും അവൻ പറഞ്ഞു, ഞാൻ ഇപ്പം ഡിറൈവ് ചെയ്തരാ പറയും. അത്രയ്ക്ക് ബുദ്ധിമാനായ പയ്യൻ. ഞെട്ടിപ്പോയി. നമ്മൾക്ക് അഹങ്കരിക്കാൻ നമ്മൾ തോന്നുന്നത് നമ്മളെക്കാൾ മികച്ചവരെ കാണാത്തത് കൊണ്ടോ കാണാൻ ശ്രമിക്കാത്തത് കൊണ്ടോ ആണ്. ഒരുപാട് ഉദാഹരണങ്ങൾ അങ്ങനെ പറയാനുണ്ട്. ഒരു ചെറിയ ഉദാഹരണം പറയാം. ഞാൻ ഈ മാർഗദീപത്തിൽ ആദ്യം വന്നത്, മുമ്പ് ഇവിടെ പരാമർശിക്കപ്പെട്ട സന്തോഷ് എന്ന് പറയുന്ന ബ്രദറിൻ്റെ ഡ്രൈവറായിട്ടാണ്. സന്തോഷ് എൻ്റെ കളിക്കൂട്ടുകാരനാണ്, എൻ്റെ നാട്ടുകാരനാണ്, വളരെ നല്ല രീതിയിൽ ദൈവവേല ചെയ്യുന്ന ഒരാളാണ്. സന്തോഷ് എൻ്റെ തന്നെ, സാറ് ഫ്രീ ആണോ? ഞാൻ പറഞ്ഞാൽ ഫ്രീ വരാം. എൻ്റെ ഇവിടെ അടൂര് വരെ വരാമെന്ന് വെച്ചാൽ അങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ മാസമായിട്ട് മാർഗദീപത്തിൽ വന്നത്. സന്തോഷ് ഞങ്ങളൊരു പള്ളിക്കാരാണ്. സന്തോഷ് ഇപ്പോൾ വിശ്വാസത്തിലുമായി. സന്തോഷ് ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് 9 മക്കളാണ്. ആ കുടുംബത്തിൽ നിന്ന് പഠിച്ച് രക്ഷപ്പെട്ടു വന്നാണ്. സന്തോഷ് ചെയ്യുന്ന പ്രവൃത്തി കാണുമ്പോൾ എനിക്ക് തോന്നുന്നു, ദൈവം നമ്മളൊക്കെ എത്ര നിസ്സാരമാണ്. ഞാൻ ഒരു ദിവസം സന്തോഷിൻ്റെ വീട്ടിൽ പ്രാർത്ഥന ചെന്നപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ 3 കൊലപാതക കേസിൽ പ്രതിയായിട്ടുള്ള ആള് മുട്ടുമടക്കിയിരുന്നു പ്രാർത്ഥിക്കുന്നു. 3 കൊലപാതക കേസിൽ പ്രതിയായിട്ടുള്ള സുഭാഷ് എന്ന് പറയുന്ന വ്യക്തി സന്തോഷിൻ്റെ വീട്ടിൽ അവിടെ മുട്ടുമടക്കിയിരുന്നു പ്രാർത്ഥിക്കുന്നു. ഞാൻ ഞെട്ടിപ്പോയി. എന്നെ സന്തോഷം എന്നോട് പറഞ്ഞ്, ഞാൻ ചോദിച്ചു, സന്തോഷം സുഭാഷൊക്കെ എന്നെ പ്രാർത്ഥനയ്ക്ക് വന്നേ? സന്തോഷം എന്നോട് പറഞ്ഞ്, ഞാൻ സുഭാഷിനോട് ദൈവവചനം പറഞ്ഞു, സുഭാഷ്
പ്രാർത്ഥനയ്ക്ക് വരാമെന്ന് ചോദിച്ചു. സുഭാഷ് പ്രാർത്ഥനയ്ക്ക് വന്നു. അടുത്ത മീറ്റിംഗിന് അതുകൊണ്ട് സുഭാഷ് ബൈബിളും പിടിച്ചുകൊണ്ട് വന്നിരുന്നു. 3 കൊലപാതക കേസ് പ്രതിയായിട്ടുള്ള സുഭാഷ് സന്തോഷിന്റെ വീട്ടിൽ വന്ന് പ്രാർത്ഥനയ്ക്ക് ഇരുന്നപ്പം സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ പറഞ്ഞത്, അവർ ചെയ്യുന്ന പ്രവൃത്തി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ എത്ര നിസ്സാര, എങ്ങനെ മത്സരിക്കാൻ പറ്റും? സമ്പത്തിന്റെ കേസിൽ ആരുമായിട്ട് മത്സരിക്കാൻ പറ്റത്തില്ലല്ലോ. വിദ്യാഭ്യാസത്തിന്റെ കേസിലാണ് മത്സരിക്കാൻ പറ്റുന്നത്. നമുക്ക് ആരുമായിട്ടും ജീവിതത്തിൽ മത്സരിക്കാൻ പറ്റത്തില്ല. കാരണം എല്ലായിടത്തും നമ്മളെക്കാൾ മികച്ചവരുണ്ട്. ഈ മാർഗദീപത്തിന്റെ പ്രവർത്തകർ ചെയ്യുന്ന പ്രവർത്തനം നിങ്ങൾ ആലോചിച്ച് എന്നെ ഞെട്ടിച്ച് കളയുക. കാരണം ഇതിനകത്ത് നല്ലൊരു ശതമാനം ആൾക്കാർ മാർഗദീപത്തിൽ വന്നതിന് ശേഷമുള്ള പരിചയമേ ഇവർക്കുള്ളൂ. പക്ഷെ അവർ ചെയ്യുന്ന പ്രവൃത്തിയോ, ഇതാണ് യഥാർത്ഥ ദൈവവേല, ഇതാണ് യഥാർത്ഥ മനുഷ്യരെ പിടിക്കുന്ന പ്രവൃത്തി. ഇതിന് നമ്മൾ പ്രാപ്തരാകണം. ഈ മാർഗദീപത്തിന്റെ പ്രവർത്തനം ശരിക്കും അതാണ്. ഇതിനേക്കാൾ വലിയൊരു സുവിശേഷം ഇല്ല. നിങ്ങൾ നശിച്ചു പോകത്തില്ല, അത്രമാത്രം 100% ഞാൻ ഉറപ്പ് പറയുന്നു. എൻ്റെ മക്കളെ, ഞാൻ ആദ്യം പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം മാറിപ്പോയി. ഞാൻ എടുത്തു പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. എൻ്റെ അപ്പൻ എന്നെ ഇത് പഠിപ്പിക്കാൻ കാരണം എന്ന് വെച്ചാൽ, എൻ്റെ അപ്പന് വലിയ വിദ്യാഭ്യാസം 2ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എഴുത്തുമാനും വലിയ പിടിത്തമൊന്നുമില്ല. എൻ്റെ അമ്മയ്ക്കും വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം മാത്രം പഠിപ്പിച്ചു, നിന്നെ ഞങ്ങൾക്ക് ദൈവം തന്നതാണ്, നിന്റെ കാര്യങ്ങളെല്ലാം ദൈവം നോക്കിക്കൊള്ളും. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങളോട് എടുത്തു പറയുന്നു, നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്ന കുഞ്ഞുങ്ങളാണ്. നിങ്ങളെ ദൈവം ഉപയോഗിച്ചുകൊള്ളും. ഞാനിത് പറയാൻ കാരണം, എനിക്കൊരു ജ്യേഷ്ഠനുണ്ടായിരുന്നു. ആ ജ്യേഷ്ഠന് 10-13 വയസ്സുള്ളപ്പോൾ മരിച്ചു പോയതാണ്. ഹെർണിയ എന്ന് പറയുന്ന അസുഖത്തിന് ഓപ്പറേറ്റ് ചെയ്തതാണ്. ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ അന്ന് ഡോക്ടർക്ക് പൈസ കൊടുക്കാനില്ലാതിരുന്നുകൊണ്ട് പൈസ കൊടുത്തില്ല. ഡോക്ടർ വളരെ അശ്രദ്ധമായി ഓപ്പറേഷൻ ചെയ്തു. ഇയാൾ മരിച്ചുപോയി. ജ്യേഷ്ഠന് അനസ്തേഷ്യ കുറഞ്ഞുപോയി. ഈ കുറഞ്ഞു പോയിട്ട് ഓപ്പറേഷൻ ടേബിളിൽ കിടന്ന് വെട്ടി. ഇന്റേണൽ ഓർഗൻ ഏതോ മുറിഞ്ഞുപോയി. ഡെഡ് ബോഡിയാണ് തിരിച്ചിറക്കിയത്. ആ ഡെഡ് ബോഡി എൻ്റെ വീട്ടിൽ കൊണ്ട്, അന്ന് ഞാൻ ജനിച്ചിട്ടില്ല, എൻ്റെ വീട്ടിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും കരച്ചിലാണ്. 10-13 വയസ്സുള്ള കുട്ടി അങ്ങോട്ട് ഓടി നടന്നാൽ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വന്നിരിക്കുന്നു. ഡെഡ് ബോഡി വന്നിരിക്കുകയാണ്. എല്ലാവരും കരഞ്ഞു. ഒരാൾ മാത്രം കരഞ്ഞില്ല. ആ കരയാതിരുന്ന ആള് എൻ്റെ അമ്മയാണ്. അമ്മ ഇപ്പോഴും പറയും, അന്ന് എല്ലാവരും കരയും, ഞാൻ മാത്രം എന്നെ കരയാത്തത്. ആ അമ്മയുടെ മുഖത്ത് നിന്ന് കണ്ണുനീര് വരുവാൻ എൻ്റെ 50ാമത്തെ വയസ്സിലും ഞാൻ ശ്രമിക്കത്തില്ല. അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു പ്രവൃത്തി ഞാൻ ചെയ്യില്ല. ഇന്നും അമ്മയ്ക്ക് വിഷമം വരുന്ന ഒരു പ്രവൃത്തി ഞാൻ ചെയ്യത്തില്ല. അമ്മയുടെ കണ്ണ് നിറയുവാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇത് തന്നെയാണ് നിങ്ങളിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ ഞങ്ങളുടെ മക്കളാണ്, മാർഗദീപത്തിന്റെ മക്കളാണ്. അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഒരു സെന്റൻസ് എഴുതിയിട്ടുണ്ട്, യുവർ ഫീഡ്ബാക്ക് വിൽ ഹെൽപ്പ് us to serve you better. നിങ്ങളിൽ നിന്നുണ്ടാകുന്ന അനുഭവങ്ങളാണ് ഞങ്ങളെ കൂടുതൽ നന്മ പ്രവർത്തിക്കുവാൻ ഇടയാക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. എനിക്കൊരു ജീവിതത്തിൽ ഒരു വലിയ ഭാഗ്യമുണ്ടായിരുന്നു. എൻ്റെ പ്രീ ഡിഗ്രി മുതൽ, അതായത് +1 മാത്തമാറ്റിക്സ് എക്സാമിൻ്റെ തലേ ദിവസമാണ് ജീവിതത്തിൽ ആദ്യമായി ഞാൻ ജോലിക്ക് പോയത്. അന്ന് എനിക്ക് 17 വയസ്സേ ഉള്ളൂ. അന്ന് മുതൽ ഇന്ന് വരെ ഞാൻ ജോലി ചെയ്താണ് ജീവിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരനോട് എപ്പോഴും പറയും, ഈ കൂലിപ്പണി എന്ന് പറഞ്ഞൊരു പണിയുണ്ട്. അതെന്തൊരു പണിയാണ്? എല്ലാ ജോലിക്കും കൂലിയുണ്ടല്ലോ, പിന്നെ പ്രത്യേകിച്ച് എന്താണ് ഒരു കൂലിപ്പണി എന്ന് പറഞ്ഞൊരു വാക്ക്? ഏത് ജോലി ചെയ്തിട്ടാണ് കൂലി മേടിക്കാത്തത്? പക്ഷെ നമ്മുടെ നാട്ടിൽ എന്തോ പറഞ്ഞ് നമ്മളെ മാറ്റി വെച്ചിരിക്കണം, ഇപ്പം കൂലിപ്പണിക്കാരൻ്റെ മോനാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബാക്കി എല്ലാവരും കൂലി മേടിക്കത്തില്ലേ? അപ്പോൾ എല്ലാ പണിക്കും കൂലിയുള്ള പണി. അപ്പോൾ കൂലിപ്പണി എന്ന് പറഞ്ഞൊരു പണിയൊന്നുമില്ല. എപ്പോഴും വി മസ്റ്റ് ബി പ്രൗഡ് ഓഫ് അവർ പേരൻസ്. നമ്മുടെ രക്ഷകർത്താക്കളെ പറ്റി നമ്മൾ അഭിമാനമുള്ളവരാണ്. കാരണം പഠിപ്പിക്കാൻ സാഹചര്യം ഇല്ലെങ്കിൽ അവർ നമ്മളെ പഠിക്കാൻ വിട്ടില്ലേ? അതല്ലേ ഇത് ഏറ്റവും വലിയ പ്രവൃത്തി. എൻ്റെ അപ്പനെ പഠിപ്പിക്കാൻ വിട്ടില്ലേ? മുണ്ട് മുറുക്കി കൊടുത്ത് അവർ പഠിപ്പിച്ചില്ലേ? ഈ മാർഗദീപത്തിന്റെ പ്രവർത്തനം എന്താ ചെയ്യുന്നത്? അവർ മുണ്ട് മുറുക്കി കൊടുത്ത് നിങ്ങളെ പഠിപ്പിക്കുക. ഇത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ഈ രീതിയിൽ എന്നെ പഠിപ്പിച്ചു. എൻ്റെ മകപ്പം പ്രീഡിഗ്രി തൊട്ട് എൻ്റെ ഒരു വലിയ ഭാഗ്യം എന്ന് പറയുന്നത്, എൻ്റെ +2 തൊട്ട് ഇങ്ങോട്ട് എൻ്റെ ഏത് യൂണിവേഴ്സിറ്റി എക്സാം വന്നാലും ഒന്നുകിൽ അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാൾ ഹോസ്പിറ്റലിലായിരിക്കും. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ഏറ്റവും വലിയ ഭാഗ്യം. ഞാൻ പറഞ്ഞു, അതൊക്കെ ഇപ്പം ഓർക്കുമ്പോൾ ഇന്ന് നമ്മളത് ഓർക്കുമ്പോൾ, ഈ പ്രതിസന്ധി കൂടാണ് നമ്മൾ കടന്നു വന്നതെന്ന് ഓർക്കുമ്പോൾ അതിനേക്കാൾ വലിയ സന്തോഷം എന്താ ജീവിതത്തിലുള്ളത്? നാളെ നിങ്ങൾ ഓർക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്തുമാത്രം മെമ്മറീസ് ഉണ്ട് നിങ്ങൾക്ക്. ഈ പ്രതിസന്ധി ഞാൻ കടന്നുപോയി, ഈ പ്രതിസന്ധി ഞാൻ നേരിട്ടു എന്നുള്ളത്, ആ ഒരു ചിന്ത നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഭാഗ്യം ചെയ്ത കുറെ വിദ്യാർത്ഥിനികളാണ് നിങ്ങൾ.
അപ്പോൾ അത് കഴിഞ്ഞ് +2 പ്രീ +2 കഴിഞ്ഞു, ഡിഗ്രി കഴിഞ്ഞു, MSc വന്നു. ഫൈനൽ എക്സാം വന്നപ്പോൾ ഒരു മെച്ചം ഉണ്ടായിരുന്നു. ആ മെച്ചം തന്നെ എൻ്റെ ഫൈനൽ എക്സാം തുടങ്ങുന്നതിന് കുറച്ച് ദിവസം മുമ്പ് എൻ്റെ അപ്പനും അമ്മ ഒന്നിച്ച് ഹോസ്പിറ്റലിൽ. അപ്പോൾ പിന്നെ രക്ഷപ്പെട്ടു. കാരണം സ്റ്റാൻഡ് ബൈക്ക് ആൾ വേണ്ടായല്ലോ, വീട്ടിലും കൂടെ ആൾ വേണം, ഇവിടെ ആൾ വേണം. ഞാൻ എൻ്റെ മകനോട് ഞാൻ പറയുന്നൊരു കാര്യമാണ്, മോനെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് നമുക്ക് ജീവിതത്തിൽ കിട്ടുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. ഏറ്റവും ഉത്തരവാദിത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. കാരണം പ്രിയപ്പെട്ട ജോഷി ബ്രദർ, ഇത്രയും വലിയ ഉത്തരവാദിത്തങ്ങൾ, ഇത്രയും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. മനസ്സിനകത്തോണ്ട് വേറെ നെഗറ്റീവ് ചിന്തയ്ക്ക് സ്ഥാനമില്ല. എപ്പോഴും റെസ്പോൺസിബിലിറ്റിയെ പറ്റി മാത്രം ചിന്ത. പ്രിയപ്പെട്ട പാസ്റ്ററോട് പ്രസവിച്ചപ്പോൾ ഞാൻ ഓർത്തു, റെസ്പോൺസിബിലിറ്റി മാത്രം, ഉത്തരവാദിത്തങ്ങളെ പറ്റി മാത്രമേ അവർക്ക് ചിന്തയുള്ളൂ. അതുകൊണ്ട് വേറൊരാളെ പറ്റി ദോഷം വരുന്നതോ നെഗറ്റീവ് ഒരു ചിന്തയോ ഇവരുടെ ആരുടെ മനസ്സിൽ വരത്തില്ല. എപ്പോഴും ഉത്തരവാദിത്തങ്ങൾ അവിടെ ഇത് ചെയ്യാനുണ്ട്, ഇവിടെ ഇത് ചെയ്യാനുണ്ട്, അവർക്ക് ഇത് ചെയ്യാനുണ്ട്, അവരുടെ കാര്യങ്ങളെല്ലാം ഓർക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഇന്നാര് അസുഖക്കാരാണ്. പ്രിയപ്പെട്ട ദേവദാസന്മാരെ പറ്റിയൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നാറുണ്ട്. കാരണം ഇവർക്ക് നെഗറ്റീവ് ചിന്തിക്കാൻ സമയമില്ലല്ലോ. ഇവർക്ക് എപ്പോഴും നെഗറ്റീവ് ചിന്തിക്കാൻ സമയമുള്ളത്? കാരണം എപ്പോഴും ഉത്തരവാദിത്തങ്ങളാൽ ഭാരപ്പെട്ടവരിങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഉത്തരവാദിത്വം വന്നു, എൻ്റെ രണ്ടുപേരും ഹോസ്പിറ്റലിലായി. അപ്പൊ എനിക്ക് നാളെ പരീക്ഷ തുടങ്ങും. ഞാനിത് കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയുണ്ടോ എനിക്കറിയില്ല. നാളെ എനിക്ക് പരീക്ഷ തുടങ്ങും MSc. അപ്പൊ ഞാൻ എന്നുമായിട്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ ഞാൻ 13 ദിവസമായി വീട്ടിൽ പോയിട്ട്, 13 ദിവസം ഞാൻ ഇന്നൊന്ന് വീട്ടിൽ പോയിട്ട് ഒന്ന് കുളിച്ചിട്ട് നാളെ രാവിലെ ഞാൻ ഹോസ്പിറ്റലിൽ ഒന്ന് ഞാൻ പരീക്ഷയ്ക്ക് പോയിട്ട്, 13 ദിവസമായല്ലോ പരീക്ഷയ്ക്ക് പോയിട്ട്, അല്ല വീട്ടിൽ പോയിട്ട്. അച്ഛൻ പറഞ്ഞു വീട്ടിൽ പോകോളാൻ പറഞ്ഞു. എന്നാൽ ഞാനോട്ട് ഇറങ്ങിയ ഉടനെ അച്ഛൻ പറഞ്ഞു അമ്മയ്ക്ക് ചോറ് മേടിച്ചു കൊടുത്ത് നീ കേളാൻ പറഞ്ഞു. ഞാനോട്ട് ഇറങ്ങിയ ഉടനെ അച്ഛൻ തിരിച്ചു വിളിച്ചു. ഞാൻ സമയം കൂടുതൽ എടുക്കുന്നുണ്ട് പക്ഷേ അച്ഛൻ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു, മോനെ നിന്റെ അമ്മയെ നീ നോക്കിക്കോണം, നിന്റെ അമ്മ നിന്നെ ഒത്തിരി കഷ്ടപ്പെട്ട് വളർത്തി തന്നാണ്. ഞാൻ പറഞ്ഞു അതെനിക്കറിയാവില്ല, ചെറുപ്പം തൊട്ട് എനിക്കറിയാവില്ല. അത് പറഞ്ഞു നിന്നെ എനിക്ക് ദൈവം തന്നതാ, നിന്റെ കാര്യങ്ങളെല്ലാം ദൈവം നോക്കിക്കോളൂ. ഞാൻ ചെറുപ്പം കേൾക്കുന്നതല്ലേ, എടാ നിനക്ക് എൻ്റെ പെങ്ങന്മാരെ നീ നോക്കിക്കോണം, അവർക്ക് വിഷമം വരുന്ന ഒരു പ്രവൃത്തി നീ ചെയ്യരുത്. ഞാൻ ചെയ്യത്തില്ല. ഒരു കാര്യങ്ങൾ പറഞ്ഞു. ആയിക്കുള്ളിൽ എന്ന് പറഞ്ഞൊരു വീടുണ്ട് ഇവിടെ, സാങ്കുട്ടി എന്നൊരാളുണ്ട്. നാളെ നീ ആരായാലും സാങ്കുട്ടി നിന്റെ അടുത്ത് വരുവാണെങ്കിൽ നീ സാങ്കുട്ടിയുടെ മുമ്പിൽ ഇരിക്കരുത്. സാങ്കുട്ടി നല്ല പൈസക്കാരാണ്, ഈ ആയിക്കുള്ളിൽ എന്ന് പറഞ്ഞൊരു വീട്ടുകാർ, അവിടുത്തെ പണിക്കാരനാണ് എൻ്റെ അച്ഛൻ. അപ്പോൾ സാങ്കുട്ടിയുടെ മുമ്പിൽ നീ ഇരിക്കരുത്. ഞാൻ പറഞ്ഞു ഇല്ല ഇരിക്കത്തില്ല. എന്നിട്ട് നീ ചോറ് മേടിച്ചു കൊടുത്തിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. ഇങ്ങനെ 2-3 കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ താഴെ പോയി ചോറ് മേടിക്കാൻ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഫാദർ മരിച്ചു. ഒരു ക്വസ്റ്റ്യൻ അവിടെ, നാളെ അടക്കം നടത്തണോ ഞാൻ പരീക്ഷ എഴുതണം? രണ്ടും കൂടെ തിരഞ്ഞെടുക്കാൻ പറ്റുകയില്ല. അവിടെ തീരുമാനിച്ചത് അടക്കം മാറ്റി വെച്ചു. ഞാൻ പിറ്റേ ദിവസം പരീക്ഷ എഴുതി. ആ പരീക്ഷ കഴിഞ്ഞു, കുഴപ്പമില്ലായിരുന്നു. അത് കഴിഞ്ഞ് അടക്കം നടത്തി. ഇതിപ്പോൾ എനിക്ക് വൈറൽ ഫീവർ പിടിച്ച് ഒരു പരീക്ഷ ഇലക്ട്രോണിക്സ്, നമ്മൾ ന്യൂക്ലിയർ ഫിസിക്സിൻ്റെ പരീക്ഷ കഴിഞ്ഞ് ലാസ്റ്റ് പരീക്ഷ ന്യൂക്ലിയർ ഇലക്ട്രോണിക്സിൻ്റെ പരീക്ഷ. പ്രിയമക്കളെ ഞാൻ ഈ പറയാൻ നിങ്ങൾ ദയവ് ഇത് കേൾക്കണം. ഇലക്ട്രോണിക്സിൻ്റെ പരീക്ഷ അന്ന് ഞാൻ രാവിലെ എന്നും നമസ്കാരം ചൊല്ലുന്നവനാണ്. അപ്പം രാവിലെ ഞങ്ങളുടെ നമസ്കാരത്തിനകത്തുള്ള ഒരു സെൻറ്റൻസ് ഇതാണ്: ദൈവമേ, നീ എനിക്ക് ചെയ്യുന്ന അനുഗ്രഹങ്ങളൊക്കെയും വേണ്ടി നിന്നെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഞാൻ യോഗ്യനാകുന്നില്ല എങ്കിലും നിന്നിലുള്ള കൃപകളാൽ ഞാൻ വസിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു പ്രാർത്ഥന. ഞാനത് ചൊല്ലിയപ്പോൾ ഞാൻ കരഞ്ഞു. കാരണം ഇന്നത്തെ പരീക്ഷയ്ക്ക് ഞാൻ തോക്കും. കാരണം എനിക്ക് ഏറ്റവും പ്രയാസമുള്ള പേപ്പർ ഇലക്ട്രോണിക്സ് ആണ്. ഒറ്റ വഹ പഠിച്ചിട്ടില്ല, നോട്ട് ഈവൻ എ സിംഗിൾ സെൻറ്റൻസ് ഞാൻ പഠിച്ചിട്ടില്ല. ആ പരീക്ഷയ്ക്ക് ഞാൻ അവിടെ ചെന്ന് കൂട്ടുകാരെല്ലാം ഡയോഡ് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടോ, അത് പഠിച്ചിട്ടുണ്ടോ, റെക്ടിഫയർ എന്താണോ, നമ്മുടെ മൈക്രോ പ്രോസസ്സർ പഠിച്ചിട്ടുണ്ടോ, C പ്രോഗ്രാം അറിയാമോ? ഞങ്ങൾക്ക് ഇതിനകത്ത് ഒന്നുമില്ല. കാരണം ഒന്നും പഠിച്ചിട്ടില്ലല്ലോ. മക്കളെ, ഞാൻ ആ പരീക്ഷയ്ക്ക് കയറിയിരുന്നു. ഏതായാലും തോക്കുമല്ലോ, ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടി. ഇപ്പോഴും പറയുമ്പോൾ എനിക്ക് കുളിര് പോലും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുകയാണ്. ഈ ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ എന്നെ അന്ന് പഠിപ്പിച്ച രാജഗോപാൽ സാർ, കൊല്ലം സ്വദേശിയാണ്. രാജഗോപാൽ സാർ അത് ബോർഡയിൽ പഠിപ്പിച്ചത്, ഇങ്ങനെ ബോർഡയിൽ അത് എഴുതി പഠിപ്പിച്ചത് മനസ്സിൽ തെളിഞ്ഞു വരികയാണ്. ആ ബോർഡയിൽ സാറ് പഠിപ്പിച്ചത് കൃത്യമായിട്ട് ഓർമ്മ. ആ പരീക്ഷ 3 മണിക്കൂറിൻ്റെ പരീക്ഷ ഞാൻ 2.5 മണിക്കൂർ കൊണ്ട് എഴുതി കഴിഞ്ഞു. ആ പരീക്ഷയ്ക്ക് യൂണിവേഴ്സിറ്റി ടോപ്പർ ഞാനാണ്, കേരള യൂണിവേഴ്സിറ്റി. ഇതിലും വലിയ അത്ഭുതം ദൈവം എന്താണ് ചെയ്യുന്നത്? എൻ്റെ പെങ്ങന്മാരെന്നെ പഠിപ്പിക്കുന്നത്, എൻ്റെ ചേട്ടൻ മരിച്ചതിന് ശേഷം എൻ്റെ അപ്പം പള്ളിയിൽ പോയി കിടന്ന് പ്രാർത്ഥിച്ചു, ദൈവം എൻ്റെ മകനെ എനിക്ക് തിരിച്ചു തരണം. പിറ്റേ വർഷമുള്ളതാണ് ഞാൻ.
അതുകൊണ്ടാണ് എൻ്റെ അടുത്ത് പറയുന്നത്, നിന്നെ എനിക്ക് ദൈവം തന്നതാണ്, നിന്റെ കാര്യങ്ങളെല്ലാം ദൈവം നോക്കിക്കൊള്ളൂ. ദൈവം നോക്കിക്കഴിഞ്ഞാൽ പിന്നെ എന്താ പേടിക്കാനാ? എൻ്റെ പെങ്ങന്മാരെന്നെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്, എടാ ലാസറിനെ ഉയർപ്പിച്ച ദൈവം എന്ന് നമ്മൾ ബൈബിളിൽ പഠിക്കുന്നു, പലയിടത്തും ഉപദേശിമാര്, പാസ്റ്റർമാർ, അച്ഛന്മാർ പറഞ്ഞു കേൾക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുപിടിച്ചതല്ലേ? നമ്മുടെ ജീവിതത്തിൽ ലാസറിനെ ദൈവം ഉയർപ്പിച്ച് തന്നില്ലേ? ഇതിൽ കൂടുതൽ എന്താ വേണ്ടേ? ഞാൻ പറഞ്ഞു വന്നു, പ്രിയമക്കളെ, നിങ്ങളെ ദൈവം തിരഞ്ഞെടുത്തു. നിങ്ങൾ നാളെ ദൈവത്തിൻ്റെ മക്കളായി, മാർഗദൈവത്തിൻ്റെ നല്ല വക്താക്കളായി തീരുവാൻ, അതിനുവേണ്ടിയാണ് പ്രിയപ്പെട്ട ഈ സഹോദരന്മാരുടെ എല്ലാം കഷ്ടപ്പാട്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഞാൻ +2 ശേഷം SB കോളേജ് ഞാൻ കൊടുത്ത് പറഞ്ഞല്ലോ. അതിനുശേഷം ഞാൻ PhD, MSc ശേഷം PhD, അതൊക്കെ വലിയ കഥകളാണ്. അതൊക്കെ പിന്നീട് എന്തെങ്കിലും പറയാം. ഈ PhD പോയ സമയത്ത് സാമ്പത്തിക വീട്ടിലൊരു എൻ്റെ അടുത്ത് ഭയങ്കര പ്രഷറായിരുന്നു, നീ ജോലിക്ക് പോവുക, പഠിക്കാൻ പോകണ്ട. അപ്പോൾ ഞാനൊരു ഈ സാങ്കുട്ടി എന്ന് പറഞ്ഞ ആളെൻ്റെ അടുത്ത് ചെന്നപ്പോൾ സാങ്കുട്ടി പറഞ്ഞു, ഞാൻ പറഞ്ഞു സാങ്കുട്ടി എനിക്ക് ഇച്ചിരി കൂടെ പഠിക്കണം. അപ്പോൾ സാങ്കുട്ടി പറഞ്ഞേ, നിനക്ക് എന്ന് പഠിത്തം മതിയാവുന്നോ അന്ന് എന്നോട് പറയുക, നിന്നെ ഞാൻ കൊണ്ടുപോയിക്കോളാം. ആ ഒരു വാക്ക്, നിന്നെ ഞാൻ കൊണ്ടുപോയി ജോലി മേടിച്ചു തന്നോളാം. പക്ഷേ സാങ്കുട്ടിയിൽ ജോലി മേടിച്ച് തരേണ്ട വന്നില്ല, നമുക്കല്ലാതെ തന്നെ നമുക്ക് ജോലി കിട്ടിപ്പോയി. ഒറ്റ കാര്യം കൂടെ പറഞ്ഞോണ്ടേ, ഞാൻ ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജ് മർത്തോമ സ്ഥാപനമാണ്. ഞാൻ ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജ് ജോലി കിട്ടുവാൻ ഞാൻ അപേക്ഷ കൊടുത്തിട്ടില്ല. ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൽ ഞാൻ ജോലിക്ക് വേണമെന്ന് തീരുമാനം അവിടുത്തെ സാറുമാരുടെ ആയിരുന്നു. ജേക്കബ് ജോർജ് സാറാണ് എനിക്ക് വേണ്ടി ഫോം മേടിച്ച് ഫില്ല് ചെയ്ത് കൊടുത്തത്. ഇതിൽ കൂടുതൽ ദൈവം എന്താണ് ഉപകാരം ചെയ്യുന്നത്? ഇത് തന്നെയാണ് പ്രിയമക്കളെ നിങ്ങളോടും പ്രിയപ്പെട്ട മാർഗദൈവത്തിൻ്റെ പ്രവർത്തകർ ഉദ്ദേശിക്കുന്നത്. ഇവരുടെ പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട ഈ പാസ്റ്റർമാരുടെയും ജോഷി ബ്രദറിൻ്റെയും ഒക്കെ സാക്ഷ്യം കേട്ടാൽ, കഴിഞ്ഞ ആഴ്ച ജോഷി ബ്രദറിൻ്റെ സാക്ഷ്യം ഞാൻ മുഴുവനായി കേട്ടു. നമുക്ക് പേടിച്ചു പോകും. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടായി പിടിച്ചു നിൽക്കൂ. ഞാൻ സത്യം പറഞ്ഞാൽ പേടിച്ചു പോയി. കഴിഞ്ഞ ശനിയാഴ്ചത്തെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ജോഷി ബ്രദറിൻ്റെ സാക്ഷ്യം മുഴുവൻ കേട്ടത്. പ്രിയമക്കളെ, ഇത്ര ബുദ്ധിമുട്ടിൽ കൂടെ അനുഭവത്തിൽ കൂടെ പോകുന്ന ഒരു പറ്റം ആൾക്കാരാണ് നിങ്ങളെ സഹായിക്കുന്നതും നിങ്ങളെ കൂടെ നിർത്തുന്നത്. അവർക്ക് നല്ല കുഞ്ഞുങ്ങളായി വളരുവാൻ ദൈവം തമ്പുരാൻ സഹായിക്കട്ടെ. ലാസ്റ്റ് സെന്റൻസ്, യുവർ ഫീഡ്ബാക്ക് വിൽ ഹെൽപ്പ് us ടു സെർവ് യു ബെറ്റർ. ആ യു എന്നുള്ളത് മറ്റുള്ളവരാണ്. വരും തലമുറയ്ക്ക് വേണ്ടി കൂടുതൽ നന്മകൾ ചെയ്യുവാൻ, ഈ മാർഗദൈവത്തിൻ്റെ നല്ല കുഞ്ഞുങ്ങളായി തീരുവാൻ, നല്ല ഫീഡ്ബാക്ക് കൊടുത്തിരിക്കുവാൻ ദൈവം തമ്പുരാൻ സഹായിക്കട്ടെ. ഇതിനകത്ത് വരാൻ പറ്റിയതിനകത്ത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്ക് കൂട്ടുന്നു. എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ ദയവ് ഇത് ക്ഷമിക്കുക. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് മാർഗവും ദൈവവും തെളിയിക്കുന്നതാകുവാൻ ദൈവം ഇടയാക്കട്ടെ.